പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തിരുനക്കരയിൽ നിന്നാണ് പടക്കളം രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയാവേശം, വിവിധ വിഷയങ്ങൾ ഇതെല്ലാം ഗൗരവമായി ചർച്ച ചെയ്യുന്ന കോട്ടയത്തെ പടക്കളത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പടക്കളത്തിൽ പങ്കെടുക്കുന്നത് ശ്രീ ജെയ്ക്സി തോമസ് CPIM LDF, വസന്ത് സിറിയക് കോൺഗ്രസ് UDF, PG ബിജുകുമാർ BJP NDA. 11 വർഷം ഈ രാജ്യത്ത് നിയമപരമായി താമസിക്കുന്ന ഏതൊരാൾക്കും ഇന്ത്യൻ പൗരത്വത്തിന് അവകാശമുണ്ട്. ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭരണഘടനാപരമായ ആ അവകാശത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. 1952 മുൻപ് ഇവരുടെ പൂർവികർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നത് ജന്മം കൊണ്ട് തെളിയിക്കണമെന്ന് പറയുന്ന ഒരു ക്ലോസ് ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഏതിനകത്ത്? ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട് പുതിയ സാഹചര്യത്തിൽ വരുന്നുണ്ടോ? അങ്ങനെ ഒരു ക്രൈസിസ് വരുന്നുണ്ടോ? അങ്ങനെ ഒരു ക്രൈസിസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ശരിയല്ല. എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ടായിക്കോട്ടെ. രാജ്യത്ത് ജനന സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു തുടങ്ങിയത് 60കൾക്ക് ശേഷമാണ്. എങ്ങനെയാണ് പുറകോട്ട് പോയിട്ട് എത്രയോ തലമുറകൾക്ക് സാധാരണക്കാരായ മനുഷ്യർ, ദരിദ്രരായ ഉത്തരേന്ത്യക്കാർ അവരുടെ പൗരത്വം തെളിയിക്കുക? ഞാൻ പറയട്ടെ, ഹിന്ദുക്കളടക്കം അസമിൽ ബുദ്ധിമുട്ടി. പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, മുസ്ലിങ്ങളെ പെടുത്താത്തതല്ല പ്രശ്നം. അതല്ല പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇവിടെ പൗരത്വ രജിസ്റ്ററുമായി പ്രശ്നങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ബിജു. നമ്മുടെ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട ആശങ്കയെ കുറിച്ച് ഇവിടെ മണിപ്പൂര് സൂചിപ്പിച്ചു. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും ഒരേ വള്ളത്തിലാണ്. കാരണം ശ്രീ വസന്ത് മുമ്പേ സൂചിപ്പിച്ചത് കെ സുരേന്ദ്രൻ പറയുന്ന പോലെയാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് എന്താണ് അവകാശം എന്നുള്ള ചോദ്യം ഉദ്ദേശിക്കും. നിങ്ങൾ കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നത് നല്ലത്. കാരണം ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് BJP. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നെൽകൃഷി ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. വർഷങ്ങളായിട്ട് 28 രൂപ 30 പൈസയാണ് 1 കിലോ നെല്ലിന് കിട്ടുന്നത്. അത് 30 രൂപ ആക്കി തരണമെന്ന് കർഷക സംഘടനകൾ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പല പ്രാവശ്യം കത്തയച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മറുപടി ഇവിടെ കർഷക സംഘടനകൾക്ക് കിട്ടിയിട്ടില്ല. അല്ല, അതിലെ കേന്ദ്രത്തിന്റെ ഇപ്പൊ കൊടുക്കുന്ന പൈസക്കുള്ള പൈസ തരുന്നുണ്ടോ കേന്ദ്രം? കൃത്യമായിട്ടും കിട്ടുന്നില്ല. അല്ല, അപ്പൊ അതാദ്യം കിട്ടട്ടെ. എന്നാലേ 30എങ്കിലും 28 ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അത് തരാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ കർഷകർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു. ശരി ശരി, അടുത്തത് പ്രധാനപ്പെട്ട ചോദ്യം BJPയുടെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് BJP സർക്കാർ, BJP മുന്നണി, NDA മുന്നണി ജനങ്ങളോടായി പറഞ്ഞത് BJP അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ രാജ്യത്തെ 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്നാണ്. ഇപ്പോൾ 10 വർഷക്കാലം പിന്നിടുമ്പോൾ രാജ്യത്ത് എത്ര യുവാക്കൾക്ക് തൊഴിൽ നൽകുവാൻ സാധിച്ചു? അല്ലെങ്കിൽ UPSC മുഖാന്തരം എത്ര പേർക്ക് വിജ്ഞാപനം നടത്താൻ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായി ഇന്ന് കോട്ടയത്ത് മത്സരിക്കുന്നത് BDJSന്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ തുഷാർ. നമുക്കറിയാം, ശ്രീനാരായണീയ പ്രസ്ഥാനം ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാപനമാണെന്നാണ് പറഞ്ഞത്. RSS ചാതുർവർണ്ണത്തെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആ സംഘടന ശ്രീനാരായണ പ്രസ്ഥാനത്തെയും ശ്രീനാരായണ ഗുരുവിനെയും അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. BJP പ്രതിനിധിയോടാണ് ചോദ്യം. ഡോളറിൻ്റെ വിലയും രൂപയുടെ മൂല്യവും തമ്മിൽ അനന്തരമായ വ്യത്യാസമുണ്ട്. വ്യത്യാസമുള്ള സമയങ്ങളെല്ലാം പെട്രോളിന് വില ഉൾപ്പെടെ സ്വർണത്തിനുൾപ്പെടെ വില കയറാറുമുണ്ട്. ഇത്തവണ പുതിയ ഒരു പ്രതിഭാസം പെട്രോൾ പമ്പുകളിൽ കണ്ടു. 10% എത്തനോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് അമിത്ഷായുടെ ബുദ്ധിയാണോ, നരേന്ദ്രമോദിയുടെ ബുദ്ധിയാണോ, അതോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോ ഭാരതീയ പെട്രോളോ അവരുടെ ബുദ്ധിയാണോ എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ 10% എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക് പണ്ട് കാലത്ത് കത്തിക്കും. അപ്പം മണ്ണെണ്ണ കുറവുള്ളവരെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പൊന്തി നിൽക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ തിരിയിട്ട് വെളിച്ചം കിട്ടാറുണ്ട്. അതേമാതിരിയാണോ ഈ എത്തനോളിൻ്റെ പ്രതിഭാസം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ എന്ന ഉപകാരമാണ്. പുള്ളിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അത് അറിയുമോ എന്നുള്ളത്. കാരണം ശരി, എനിക്കിവിടെ UDFന്റെയും അതുപോലെ BJPയുടെ സ്ഥാനാർത്ഥികളോട് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ആദ്യമായിട്ട് UDFന്റെ സ്ഥാനാർത്ഥിയോട്. ഇപ്പോൾ സ്ഥാനാർത്ഥിയല്ല, ക്ഷമിക്കുക. അപ്പോൾ നല്ല കോംപ്ലിമെന്റ് ആണ്, വരട്ടെ അല്ലേ? അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കുക, മറ്റൊന്നുമല്ല. ഇപ്പോൾ കുറച്ച് മുമ്പായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് ഈ മാധ്യമങ്ങളെ കാണുന്ന ഒരു ഡയലോഗാണ്, കോൺഗ്രസ് വഴി BJPയിലേക്ക്. അതായത് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു വെച്ചോ,
കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി BJP പോകില്ല എന്തോ ഉറപ്പ് വരുന്നത്? ഇവിടെ അനിൽ ആൻ്റണി അതുപോലെ പത്മജ വേണുഗോപാൽ മാത്രമല്ല, വിരലെണ്ണാവുന്ന 10 5 പേരോ ഒന്നുമല്ല, ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പറയാനുള്ളത്, ഈ നിലപാടെന്നത് പറയുന്നത് ഒരു വസ്ത്രം പോലെയല്ല, എപ്പോഴും ഊരിമാറാൻ. അത് പലപ്പോഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പാർട്ടി ഉറച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ BJPയുടെ എന്താ പറയുക പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത് പ്രധാന കാര്യം, ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ഇപ്പോൾ പിണറായി വിജയനെ പറയാൻ എന്താ പറയുക അവകാശമാണ് ഉള്ളതെന്ന് പറയുന്നു. നമ്മൾ ഈ ഇന്ത്യയിൽ ജനാധിപത്യപരമായിട്ടാണ് ഓരോ പൗരനും അവരുടെ ഭരണാധികാരിയെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. ആ പ്രതിനിധി ആ ജനങ്ങളുടെ ബാബ അവർക്ക് പറയാനുള്ള എല്ലാ അധികാരം വരുന്നുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞത് BJPയിലേക്ക് പോകുന്ന കോൺഗ്രസ്സുകാരുടെ കാര്യമാണ്. അങ്ങ് ഇന്ന് ശ്രദ്ധിച്ചോ, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 32 BJPയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇന്ന് മുൻ കേന്ദ്രമന്ത്രി അടക്കം കോൺഗ്രസിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ കാണാത്തത് കണ്ണടച്ചു വെച്ചിട്ടാണ്. എനിക്ക് അങ്ങയുടെ കണ്ണ് തുറന്നു വെക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇനി CPMൽ നിന്ന് BJPയിലേക്ക് പോയ 1 ഡസൻ നേതാക്കളുടെ പേര് ഞാൻ കണ്ണന്താനത്തിൽ തുടങ്ങി വിശ്വേശ്വരൻ പിള്ളയിലേക്ക് അങ്ങനെ തുടങ്ങി 1 ഡസൻ പേരുടെ പേര് പറയാം. 1 2 ബംഗാളിലും ത്രിപുരയിലും നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് CPMൻ്റെ ഇന്ന് എവിടെയാണുള്ളത്? നിങ്ങളുടെ വോട്ട് ഷെയർ എവിടെയാണുള്ളത്? നിങ്ങളുടെ വോട്ട് ഷെയർ ഇന്ന് ബംഗാളിൽ 2% കൂപ്പുകുത്തിയിട്ടുണ്ട്. ആ വോട്ട് ഷെയർ അപ്പാടെ പോയത് BJPയിലേക്കാണ്. ഏതൊക്കെ സംസ്ഥാനത്തിൽ, കേരളത്തിൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് മാറ്റി നിർത്തിയാൽ ബാക്കി ഏതൊക്കെ സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വന്നിട്ടുണ്ടോ, വളർന്നിട്ടുണ്ടോ, അവിടെ എല്ലാം ഇപ്പോഴും ഒപ്പോസിഷനായി കോൺഗ്രസ് ഉണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന CPM അപ്പാടെ BJP ആയി മാറി എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ട് പൂർണ്ണമായി ഞങ്ങളെ വിമർശിക്കുമ്പോൾ അതുകൂടി പഠിച്ചിട്ട് വിമർശിക്കാൻ ഇറങ്ങുന്നത് നന്നായിരിക്കും. വസന്തിന്റെ അഭിപ്രായത്തോട് ജയിക്ക് എങ്ങനെയാണ് മറുപടി പറയുക? CPM ആണ് കൂടുതൽ അങ്ങ് പോയിട്ടുള്ളത് അവരെക്കാൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് തുടക്കം മുതൽ സൂചിപ്പിക്കുന്നുണ്ട്, അദ്ദേഹം വന്നപ്പോൾ മുതൽ അൽഫോൺസ് കണ്ണന്താനം എന്ന ഒറ്റപ്പേരിൽ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുകയാണ്. ഞാൻ പറഞ്ഞത് CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർഷിപ്പ് നമ്മൾ കൊടുക്കുന്നത് ആദ്യം ഗ്രൂപ്പ് മെമ്പർഷിപ്പിൽ വന്ന് 1 വർഷം പ്രവർത്തിച്ച് പിന്നീട് തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് അദ്ദേഹത്തെ പുതുക്കിക്കൊടുത്തു. പിന്നീട് 3-ാം വർഷമാണ് പൂർണ്ണ പാർട്ടി അംഗമായി. ഞാനടക്കം CPMൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് വരുന്നത്. ഈ മിനിമം പ്രവർത്തനം വഴി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു CPM നേതാവ് BJPയിലേക്ക് നേരിട്ട് പോയതായി ഏതോ ഒരു വിശ്വേശ്വരൻ പിള്ള എന്നൊക്കെ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല ആരാന്നുള്ളത്. അദ്ദേഹം അങ്ങ് വിശദീകരിക്കുകയാണെങ്കിൽ അതല്ല ഞാൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസില്ല, സംസ്ഥാന കമ്മിറ്റി ഇല്ല, പിന്നെ ഞാൻ കണ്ണന്താനത്തെ മാത്രം പറഞ്ഞെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയും. തുടക്കം തൊട്ട് ഞാൻ അങ്ങേ വെല്ലുവിളിച്ചല്ലോ. ഞാൻ അങ്ങയോട് തുടക്കം തൊട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരെണ്ണത്തിന് പോലും ഉത്തരം. ആരിഫ് CAA-യുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിച്ചു, അത് പറയൂ. എല്ലാരും ഗൂഗിളിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കുക. ഞാൻ പറയുന്നത് വിശ്വേശ്വരൻ പിള്ള ആരാ? ഞാൻ ചോദിച്ച 10 ചോദ്യത്തിന് ഉത്തരവില്ല. ഞാൻ ചോദിച്ച 10 ചോദ്യത്തിന് ഉത്തരവില്ല. ഏതാണ്? വിശ്വനാഥ മേനോനോ വിശ്വേശ്വരൻ പിള്ളയോ? ഇല്ല. പിള്ളയാണോ മേനോനാണോ? നിങ്ങൾ വിശ്വനാഥൻ പിള്ള എന്നാണ് ഞാൻ പറഞ്ഞത്. വിശ്വനാഥൻ പിള്ള നിങ്ങളുടെ മുൻ മന്ത്രി വിശ്വനാഥൻ പിള്ള എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, വിശ്വേശ്വരൻ പിള്ള എന്നാ കേട്ടത്. അല്ല, ഓൺ റെക്കോർഡാണല്ലോ, ചെക്ക് ചെയ്യൂ. ഓൺ റെക്കോർഡാണല്ലോ, ചെക്ക് ചെയ്തോളൂ. അല്ലല്ല, നിങ്ങളുടെ ആരിഫിന്റെ പ്രസംഗം ഒന്ന് കേൾപ്പിക്കണേ. ആരിഫിന്റെ പ്രസംഗം കേൾപ്പിക്കണം. ഞങ്ങളുടെ കൂടെ ആളുകൾ വരും, അതിന് ഇവര് തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമുണ്ട്. ഞങ്ങൾ ആളുകളെ സ്വീകരിക്കും. തോമസ് ചാഴിക്കാടനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. അതിനകത്തൊരു സംശയവും വേണ്ട. തോമസ് ചാഴിക്കാടനും ജോസ് കെ മാണിയും രാഷ്ട്രീയ നയസമീപനങ്ങളിൽ മാറ്റി ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. PC തോമസിന് കേരള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. PC തോമസ് എന്ന് പറയുന്ന നേതാവ്, PC തോമസ് ആ ക്ഷണം വേണ്ട. ഫ്രാൻസിസ് ജോർജ് എവിടെയായിരുന്നു? തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു? തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു? ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു? അത് തന്നെ ചോദിച്ചത്. കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു? സഖാവ് കഴിഞ്ഞ പ്രാവശ്യം വാസവൻ ചേട്ടന് വേണ്ടിയല്ലേ വാദിച്ചത്? അന്ന് തോമസ് ചാഴിക്കാടനല്ലാതെ എതിര്. അന്ന് വാസവൻ ചേട്ടനല്ലാഞ്ഞ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് എവിടെയായിരുന്നു? ഒരു സെക്കൻഡ്, അവിടെ BJPയുടെ പ്രതിനിധിയോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. അങ്ങ് പറഞ്ഞു കഴിഞ്ഞല്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം ക്ഷണിക്കുകയാണ് എല്ലാവരെയും. ആദ്യം തോമസ് ചാഴികാടൻ
1991 മുതൽ ഈ നിമിഷം വരെയുള്ള മുഴുവൻ ഇലക്ഷനുകളിലും ഒരൊറ്റ ചിഹ്നത്തിലെ മത്സരിച്ചിട്ടുള്ളൂ. 2 ചിഹ്നം. അതാദ്യം മനസ്സിലാക്കണം. ഒന്ന്. ഇനി അടുത്തത് ഇന്ത്യ മുന്നണിക്കാരോടാണ്. നിങ്ങൾ BJPക്കെതിരായിട്ട് മത്സരിക്കുന്നു, BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വസന്ത്, UDFിന്റെ പ്രതിനിധി, വിഷയത്തിലേക്ക് വന്നാൽ മതി. വസന്ത്, ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇടുക്കിക്കാരനാണ്. 2009 അങ്ങ് ഇപ്പോൾ വാദിക്കുന്ന UDFിന്റെ സ്ഥാനാർത്ഥി 2009 LDFകാരനായിരുന്നു. 2010 അദ്ദേഹം UDFിലേക്ക് വന്നു. 2015 ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കി LDFിന്റെ ഭാഗമായി ഇടുക്കി നിയമസഭയിൽ മത്സരിച്ചു. ശേഷം അവിടെ പരാജയപ്പെട്ടു. 2020 അദ്ദേഹം ചെയർമാനായ ആ പാർട്ടിയിൽ നിന്നും അദ്ദേഹം തിരിച്ച് UDF സ്ഥാനാർത്ഥിയായിട്ട് ഇടുക്കിയിൽ വന്ന് മത്സരിക്കുന്നു. ഇപ്പോൾ കോട്ടയം പാർലമെന്റിലും കോട്ടയം പാർലമെന്റിലും UDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയും മുന്നണിയും മാറിയ ഒരാളെ എന്ത് ക്രെഡിബിലിറ്റി കാണിച്ചാണ് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കിന്റെ അവസരമാണ്. അവിടെ നിന്ന് തുടങ്ങാം. അതിനിടയിൽ പോയതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് അവസരം തന്നില്ല. തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, അദ്ദേഹം സംസാരിച്ചൊന്ന് നിർത്തിയെടുത്തു എന്നാണ് തുടങ്ങി. ഒന്ന് പൂർത്തിയാക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എന്റെ അവസരത്തിൽ കോൺഗ്രസ് പ്രതിനിധിയോട് നേരിട്ടൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം അൽഫോൺസ് കണ്ണന്താനം മുതൽ വിശ്വേശ്വരൻ പിള്ള വരെയുള്ളവർ പോയില്ലേ എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, CPIMന്റെ പാർട്ടി അംഗത്വത്തിലേക്ക് വരാനെടുക്കുന്ന 3 വർഷം, അങ്ങനെ 3 വർഷത്തെ പ്രവർത്തനാനന്തരം ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർഷിപ്പിലെത്തിയ ഏതെങ്കിലും ഒരു CPIMന്റെ പാർട്ടി അംഗം BJPയിലേക്ക് പോയതായി അങ്ങേക്കറിയാമോ? അങ്ങ് സൂചിപ്പിച്ച ഈ വിശ്വേശ്വരൻ പിള്ള ഏതാണെന്ന് സത്യസന്ധമായും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പിള്ളയല്ല, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വേറെ ആരോ പറഞ്ഞു മേനോനാണ്. ഞാൻ പറഞ്ഞു പിള്ളയാണോ മേനോനാണോ? ഏതു ജില്ലയിൽ നിന്ന് പോയി, ഏതു ഘടകത്തിൽ നിന്ന് പോയി, ഏത് ഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥിയായി ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു? അത് യോജിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, CAA സംബന്ധിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങളുടെ പാർലമെന്റിൽ നിങ്ങളുടെ എത്ര പാർലമെന്റ് മെമ്പർമാർ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോൾ ചോദ്യത്തിന് മറുപടി ആ 2ാം ഘട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോയി എന്നൊക്കെ ഉള്ളതാണ്. പശ്ചിമ ബംഗാളിൽ ഇപ്പോഴും കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റിൽ കോൺഗ്രസിനെ കൂടെ ചേർത്ത് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ പേര് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് തന്നെയാണ്. ത്രിപുരയിൽ CPIMും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. BJPയാണ് ഭരണത്തിലുള്ളത്. ത്രിപുരയിൽ ഒരുമിച്ചൊരു മുന്നണിയായി മത്സരിക്കുമ്പോഴും ത്രിപുരയിലെ 1ാമത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് തന്നെയാണ്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മുസഫർ അഹമ്മദിന്റെ സ്മാരക മന്ദിരമാണ്. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന മദർ തെരേസയുടെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും 1-2 കിലോമീറ്ററുകൾക്കപ്പുറം ഇപ്പോഴും ഒരു കൊടിയും മാറാതെ BJPക്കാരൻ പേടിപ്പിക്കുമ്പോൾ പച്ചക്കൊടിയും ത്രിവർണ്ണ പതാകയും 4ആയി മടക്കി പോക്കറ്റിൽ വെക്കാതെ ഞങ്ങളുടെ ആഫീസിൻ്റെ മുകളിൽ ഉയർന്നു പാറുന്നുണ്ട്. അതങ്ങ് മനസ്സിലാക്കണം. പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസ് മാറിയതിനെ സംബന്ധിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു കോൺഗ്രസ് നേതാവ്. അവർക്ക് 44 MLAമാർ, ചെറിയ ഭൂരിപക്ഷമല്ല വലിയ ഭൂരിപക്ഷമുണ്ട്. ഒരു മന്ത്രിസഭയും ഒരു ക്യാബിനറ്റും തിരഞ്ഞെടുക്കപ്പെട്ട 44 അംഗങ്ങളും BJPയിലേക്ക് കൂടുമാറി. ഏതാ നേതാവ്? കോൺഗ്രസിൻ്റെ നേതാവ് പേമകണ്ഠുവും സംഘവും. അങ്ങനെ ഒരു അനുഭവം ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഒറ്റ ഉദാഹരണോടെ പറഞ്ഞ് ഞാനെൻ്റെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്തെ സംസ്ഥാനമാണ് ഗോവ. അല്പം മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഭൂരിപക്ഷമുള്ള സംസ്ഥാനം കൂടെയാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളൊക്കെയുള്ള സ്ഥലമാണ് ഗോവ. BJPക്കെതിരെയുള്ള കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? വയനാട് MP അവിടെ പര്യടനത്തിന് പോയി. എല്ലാ മത്സരത്തിന് അണിതരുന്ന സ്ഥാനാർത്ഥികളെയും കൊണ്ടുപോയി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് സത്യപ്രസ്താവന നടത്തി. അത് പോരാഞ്ഞിട്ട് എന്ത് ചെയ്തു? പനാജിയിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കയറ്റി പ്രസ്താവന നടത്തി. എന്താ പ്രസ്താവന? അഴിമതിയും കൈക്കൂലിയും വാങ്ങിക്കില്ലെന്നല്ല, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞങ്ങൾ BJPയായി പോവില്ല, വിഷ്ണു ഭഗവാനാണേ സത്യം. അതിനുശേഷമോ പോരാഞ്ഞിട്ട് അവിടുത്തെ ക്രൈസ്തവ ദേവാലയത്തിൽ കൊണ്ടുപോയി, വിശുദ്ധ മേരിയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ചും സത്യം. കക്കില്ല മോഷ്ടിക്കില്ല എന്നുള്ളതല്ല, അതൊക്കെ പിന്നീട്. ഞങ്ങൾ ജയിച്ചാൽ BJPയിൽ പോവില്ല. പോരാഞ്ഞിട്ട് മുസ്ലിം മോസ്കിൽ പോയി അവിടെ വെച്ചും സത്യപ്രസ്താവന നടത്തി. BJPയിൽ പോയില്ല എന്ന്. എന്ത് ചെയ്തു? ജനങ്ങൾ ഒരു 11 സീറ്റിൽ ജയിപ്പിച്ചു. ദിഗംബർ കോമത്ത് അവിടുത്തെ പ്രതിപക്ഷ നേതാവാ, ഓർക്കാൻ പ്രയാസമുള്ള പേരാ. ഗോവയിലെ VD സതീശൻ എന്ത് ചെയ്തു? ജയിച്ച 11 MLAമാരുമായി പിറ്റേ ദിവസം BJP ആഫീസിലേക്ക് പോയി. ഇതാണ് കോൺഗ്രസിന്റെ അനുഭവം. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ബംഗാൾ നിങ്ങളുടെ ആഫീസിൽ കൊടിയുണ്ടോ? കൊടി 4ആയി മടക്കി വെച്ച് വയനാട്ടിൽ പ്രകടനം നടത്തിയ ആളാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന കൊടിയെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്നത്. പിന്നെ 2ാമത്തെ വാചകം പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ചോദിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ CPIMന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് സഖാവി എളമരം കരീമാണ്.
ഉയർന്നു നിൽക്കുന്ന ശിരസിൻ്റെ അഭിമാനബോധത്തോടുകൂടെ ഞങ്ങളിൽ അവസാനത്തെയാൾ അവശേഷിക്കുന്നിടം വരെ ജനങ്ങളെ മതപരമായി വിഭജിക്കുന്ന സ്വാമി വിവേകാനന്ദ സ്വപ്നം കണ്ട ഇന്ത്യയുടെ ജീവനെടുക്കുന്ന ഈ നിയമത്തിന് ഞങ്ങളുടെ മണ്ണിൽ പുല്ലിൻ്റെ പോലും വിലയുണ്ടാവില്ല എന്ന് പാർലമെന്റിലും പറഞ്ഞിട്ടുണ്ട്, പുറത്തും പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുമ്പോൾ രാത്രി ഉറങ്ങിയിട്ട് വരാം എന്ന് ഞങ്ങൾ പറയില്ല. പാർട്ടിയുടെ പേര് ഇടതുപക്ഷം എന്നുള്ള. വസന്ത്, അല്ല, അദ്ദേഹം പറഞ്ഞതിന് എനിക്ക് സമയം തന്നാൽ മാത്രം ഉത്തരം പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് വിശ്വനാഥ മേനൻ എന്നാണ്. അല്ല, നിങ്ങളുടെ ഓൺ റെക്കോർഡാണ്. ഞാൻ പറഞ്ഞ വിശ്വനാഥ മേനൻ എന്നാണ്. അദ്ദേഹം നിങ്ങളുടെ മുൻ മന്ത്രി അടക്കമായിരുന്നു. ഏറ്റവും ആദ്യമായി പിന്നെ അദ്ദേഹം പറഞ്ഞു എന്താണ്, ഞങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ പോലും അല്ലാത്ത അൽഫോൺസ് കണ്ണന്താനം, ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ പോലും അല്ലാത്ത കണ്ണന്താനത്തെ പിടിച്ച് നിങ്ങൾക്ക് MLA ആക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞു ബംഗാളിൽ കഴിഞ്ഞ എന്താണ് അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ നിങ്ങൾ BJP-യുമായി ചേർന്ന് സഖ്യമുണ്ടാക്കിയാണ് നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി സംസ്ഥാന ഓഫീസ് പോലും ഞങ്ങളെ പറയാം. ഘടകകക്ഷിയാണോ ആര്? നിങ്ങൾ ബംഗാളിൽ CPI-യുമായിട്ട് സഹകരിക്കുന്നുണ്ടോ? അല്ലല്ലോ, ഉണ്ടോ? ഇല്ല. ഇന്ത്യ മുന്നണി വിവിധ സംസ്ഥാനങ്ങളിൽ BJP എതിർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും. ബംഗാളിൽ CPI-എമ്മും കോൺഗ്രസും കൂടെ സഹകരിച്ച് സീറ്റ് ഷെയർ ചെയ്താണോ മത്സരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, BJP എതിർക്കുവാൻ വേണ്ടി ചില നീക്കങ്ങൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവും. എന്റെ ചോദ്യം എന്നാണ് ഞാൻ പറഞ്ഞത്. സീറ്റ് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ? ഞാൻ വളരെ സ്ട്രൈറ്റ് ആണ് അതിനകത്ത്. മനസ്സിലായില്ല. BJP എതിർക്കാൻ ചില സീറ്റ് ഷെയറിംഗ് ധാരണകളും ഉണ്ടാവും. നിങ്ങൾ CPI-യുമായി സഹകരിച്ച് സീറ്റ് വിഭജനം ഉണ്ടോ? സീറ്റ് ഷെയറിംഗ് ഉണ്ടോ ബംഗാളിൽ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ മുന്നണിയാണ് മത്സരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. CPI-യുമായി ഉണ്ടാവും, ജനതാദളുമായി ഉണ്ടാവും, സോഷ്യലിസ്റ്റുകളുമായി ഉണ്ടാവും. ഒരു സംശയം വേണ്ട. രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധിയുടെ ദയവോടുകൂടിയാണ് ഒരു സീറ്റ് മത്സരിക്കുന്നത്, ദേശീയ പാർട്ടി പദവി പോകാതിരിക്കാൻ വേണ്ടി. ബിജുവിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ ഈ പ്രശ്നങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. മണിപ്പൂരിയുടെ ഒരു ഗൗരവമായ വിഷയമാണ്. അതുപോലെ ഇലക്ട്രൽ ബോണ്ടിൽ മോദി സർക്കാർ ഏറ്റവും അധികം തിരിച്ചടി ചർച്ച ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഇതിനിടയിൽ ഈ മണിപ്പൂരൊക്കെ കേരളം ചർച്ച ചെയ്യുമ്പോഴാണ് RSSന്റെ പലതരം അജണ്ടകൾ, പലതരം കളികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കേരളത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അടക്കം കേരളം ഇന്ന് തുറന്നു കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുകയാണ്. മറുപടി അങ്ങയുടെ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഞാൻ പറയാം, ജയിക്കിനോട് ഞാൻ വളരെ വിനയപൂർവ്വം പറയുകയാണ്, നിങ്ങൾ ത്രിപുരയിലെയും പശ്ചിമ ബംഗാളിലൊന്നും പോകണ്ട. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ CPM-ന്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാരടക്കം പൂർണ്ണമായും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത് ഏതാണ്ട് ഒരു 8 മാസം മുമ്പാണ്. BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ VV രാജേഷാണ് അവർക്ക് അംഗത്വം കൊടുത്ത് ആ ഓഫീസ് BJP ഏറ്റെടുത്തത്. ശ്രീജു, ആ കണക്ക് പറഞ്ഞാൽ ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് ലോക്കൽ ഇഷ്യൂസിലേക്ക് പോകാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഈ ജയിക്കിന്റെ പാർട്ടിക്കാരും BJP വന്നില്ല, സങ്കടം ജയിക്കിന് വേണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി ഇദ്ദേഹമാണത് പറഞ്ഞത്, വസന്ത് ആയാലും വസന്തിന്. ഇനി ഞാനിവിടെ നെല്ലിന്റെ വിലയെക്കുറിച്ച് ചോദിച്ചു. നെല്ലിന് 28 രൂപ 30 പൈസ കിട്ടുന്നു എന്നാണ്, 20 പൈസ കിട്ടുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. സ്വാഭാവികമായും നെല്ലിന് 30 രൂപ കിട്ടിയാൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ നെല്ല് കൃഷി ലാഭകരമാക്കാൻ സാധ്യമല്ല. അത് സത്യമായ കാര്യമാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്, സർക്കാരുകൾ പരിഗണിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ 28 രൂപ 20 പൈസയിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 20 രൂപ 40 പൈസ. 20 രൂപ 40 പൈസ സംസ്ഥാന സർക്കാർ, അല്ല ഞാൻ പറഞ്ഞോട്ടെ, സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് 7 രൂപ 80 പൈസയാണ്. ഇത് പല പ്രാവശ്യം കേന്ദ്ര സർക്കാർ ഈ താങ്ങുവില വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ച ഒരു സമയത്തും കർഷകരുടെ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി കേരളം ഭരിക്കുന്ന സർക്കാർ നെല്ലിന്റെ സംഭരണ വില കൂട്ടാൻ രാജ്യത്ത് ഏറ്റവും അധികം നെൽവില, 1 കിലോയ്ക്ക് ഏറ്റവും അധികം നെൽവിലയുള്ള സംസ്ഥാനം ഏതാണ്? 28 രൂപയും കേരളമാണോ? രാജ്യത്ത് നെൽവില ഏറ്റവും അധികം കിട്ടുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശാണോ അതോ കേരളമാണോ? അല്ല, ഞാൻ പറയട്ടെ, 20 രൂപ 40 പൈസ കൊടുക്കുന്നത് കേന്ദ്രമാണോ നരേന്ദ്രമോദിയുടെ സർക്കാരാണോ? 220 കോടി രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന്. 220 കോടി രൂപ ഇനി കൊടുക്കാനുള്ളതോ? ഇനി കൊടുക്കാനല്ല. ജൂൺ മാസത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ കണക്ക് ബോധിപ്പിച്ചത് 220 കോടി രൂപയാണ്. ആ 220 കോടി രൂപയും കൊടുത്തിട്ടുണ്ട്. ഞാൻ ജൂലൈയിൽ കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല.
220 കോടി രൂപയാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന് നെല്ല് സംഭരിച്ച വകയിൽ കേന്ദ്രം കൊടുക്കാനുണ്ടായിരുന്നത്. അത് ജൂലൈയിൽ കൊടുത്തു. പക്ഷെ കേരളത്തിലെ നെൽകർഷകർക്ക് സിവിൽ സപ്ലൈസ് വകുപ്പ് കൊടുക്കാൻ എത്രയാ? 1500 കോടി. ആ പണം എവിടുന്നാണ് കിട്ടേണ്ടത്? 220 കോടി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞത് സംസ്ഥാന കൃഷി വകുപ്പാണ്, ഭക്ഷ്യവകുപ്പാണ്. ആ വകുപ്പ് പറഞ്ഞതനുസരിച്ച് പണം കൊടുത്തു കഴിഞ്ഞിട്ട് 1500 കോടി രൂപ കേരളത്തിലെ നെൽകർഷകർക്ക് കൊടുക്കാൻ വേണ്ടി ബാക്കിയുണ്ട്. ശരിയല്ലേ? ശരിയാണോ? നെല്ല് ചർച്ചയാകത്തുണ്ട്. വരാം. മണിപ്പൂർ ഓർമ്മയുണ്ട്. നെല്ല് തീർന്നോ? നെല്ല് തീർന്നെങ്കിൽ ഒരു ചെറിയ മറുപടി. ഈ കണക്കാണോ ശരി? നിങ്ങളുടെ കണക്കാണോ ശരി? കണക്കിന്റെ സൂക്ഷ്മതയുള്ള കോടാനുകോടികളുടെ വിശദീകരണത്തിലേക്കല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ലളിതമായ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. BJP പ്രതിനിധി നമ്മളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവകാശപ്പെട്ടു, നിരവധി തവണ യൂണിയൻ ഗവൺമെന്റ് നെല്ലിന്റെ വില വർദ്ധിപ്പിച്ചു. പക്ഷേ നെല്ലിന്റെ വില നിരവധി തവണ യൂണിയൻ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ 1 കിലോ നെല്ലിന് കൊടുക്കുന്ന സംസ്ഥാനം ഏതാണെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയില്ല. ആ സംസ്ഥാനത്തിന്റെ പേര് എന്റെയും നിങ്ങളുടെയും നാടായ നമ്മുടെ കേരളമാണ്. എന്തുകൊണ്ടാണ്? യൂണിയൻ ഗവൺമെന്റ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടോ? എനിക്കിത് വേണമെങ്കിൽ അങ്ങ് ഇത് പറയുമ്പോൾ ഇടപെട്ട് പറയാമല്ലോ. ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിച്ചാ കേരളത്തിന്റെ സംഭാവന എന്ത്? ഞാൻ പറയാം. ഇടപെട്ടതല്ല, ഒരു ക്ലാരിഫിക്കേഷൻ. അതിന്റെ പേര് ഇടപെടൽ എന്ന് തന്നെയാണ്. അങ്ങ് വേണമെങ്കിൽ നിരവധി തവണ യൂണിയൻ ഗവൺമെന്റ് തുക വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ അന്നേരം തന്നെ എനിക്ക് ഇടപെട്ട് ചോദിക്കാറുണ്ടല്ലോ. എന്റെ അവസരം കിട്ടുമ്പോൾ എനിക്ക് സംസാരിക്കാൻ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അങ്ങ് എന്നേക്കാൾ പക്വതയും ഉയർന്ന രാഷ്ട്രീയ അനുഭവമുള്ള ആളല്ലേ? എന്നെ പോലെ ഒരാളെ സംസാരിക്കുമ്പോൾ തുടർച്ചയായി ഇടപെട്ടിട്ടല്ലോ. ഒരു പ്രാവശ്യമല്ലേ വേണ്ടി. അപ്പോ ഇന്നയോളമുള്ള ഇന്ത്യയുടെ അനുഭവത്തിൽ 20 രൂപ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ഗവൺമെന്റ് വിഹിതമുണ്ട്. അത് യൂണിയൻ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ രൂപമായ RSSന്റെ തറവാട്ടിൽ നിന്ന് നമുക്ക് എടുത്ത് തരുന്നതല്ല. കോട്ടയത്ത് പച്ചക്കറിയും പഴവും പാലും ഇറച്ചിയും ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതിയുടെ വിഹിതം ഇങ്ങോട്ട് കിട്ടുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു? BJP കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ ഇത് വ്യത്യസ്തമായി 20 രൂപ യൂണിയൻ ഗവൺമെന്റ് 1 കിലോ നെല്ലിന് നൽകുമ്പോൾ ഏതാണ്ട് 8 രൂപയോളം സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നു. ഇത് ഇന്ത്യയിൽ നൽകുന്ന ഏക സംസ്ഥാനത്തിന്റെ പേര് നമ്മുടെ കേരളം എന്നുള്ളതാണ്. ആ തുക 20 രൂപ നൽകാനുള്ളത് ഇപ്പോഴെത്ര കുടിശ്ശികയാണ്? 7 വർഷത്തിലധികമായി കുടിശ്ശികയാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള V മുരളീധരനുണ്ട്. അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അനുഭവത്തിൽ പറയേണ്ടത് വികസനം മുടക്കി വകുപ്പ് എന്നാണ് പറയേണ്ടത്. അയാൾ കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒന്നും തരാനില്ല. നമ്മളിവിടെ ജനകീയ പ്രതിരോധ ജാഥ നയിച്ചു, നവകേരള സദസ്സ് നടത്തി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല നടത്തി, മുഖ്യമന്ത്രിയും സംഘവും ഡൽഹിയിൽ പോയി സമരം ചെയ്തു. നമ്മൾ കോട്ടയം നഗരസഭയിലും നമ്മുടെ പഞ്ചായത്തുകളിലും കുത്തിയിരുന്ന് തൊണ്ടപൊട്ട് മറുച്ചതിൽ മുദ്രാവാക്യം വിളിച്ചു. ഏറ്റവും ഒടുവിൽ കേസ് കൊടുത്തപ്പോൾ എന്താണ്? സോളിസിറ്റർ ജനറൽ മുഖാന്തരം കേരളത്തോട് ഒരു ഭീഷണി. മര്യാദയ്ക്ക് കേസ് പിൻവലിച്ചാൽ 5000 കോടി തരുന്നത് കാര്യം ആലോചിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. തല പോയാലും ശരി, നിന്റെ ഒന്നും മുമ്പിൽ തല താഴ്ത്താൻ പോകുന്നില്ല, കേസ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിധി ഉണ്ടായ എത്രയാണ്? 13,608 കോടി രൂപ കേരളത്തിന് അനുവദിക്കാൻ വിധിയുണ്ടായി. ഇപ്പോഴൊക്കെ ഒറ്റ വാചകം പറഞ്ഞ് എൻ്റെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ആ പണം എന്ത് ചെയ്യുകയാണ്? ഇപ്പോഴത്തെ ഇന്ന് മുതൽ കേരളത്തിലെ 64 ലക്ഷം കുടുംബങ്ങൾക്ക് ഏപ്രിൽ മാസം 14 വിഷു ആഘോഷിക്കുന്നതിന് മുമ്പ് 4800 രൂപ വീട്ടുമുറ്റത്തെത്താൻ വേണ്ടി പോവുകയാണ്. ഇത് മുടക്കാൻ ശ്രമിച്ചവരാണ് BJPയും കോൺഗ്രസും. അതിനെതിരെ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ നമ്മുടെ പാർലമെന്റ് മെമ്പറായ ശ്രീ തോമസ് ചാഴികാടനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് തലചൊറിയാൻ പോലും പാർലമെന്റ് കേരളത്തിന്റെ സാമ്പത്തിക വിഷയത്തിലല്ലേ? അതെ. രണ്ടാമത് ചോദിക്കുന്ന ബെന്നി ബഹനാനാണ്. നിങ്ങളുടെ ഓരോ MPയും പാർലമെന്റിൽ ഈ വിഷയം വെല്ലുവിളിക്കുന്നത്. ഒരു ബൈറ്റ് കാണിക്കാമോ? പാർലമെന്റ് ഇടപെടാനാണ് MPമാരെ പറഞ്ഞു വിടുന്നത്. പാർലമെന്റ് ഇടപെട്ടോ? ഇല്ലല്ലോ. ഒറ്റ വാചകം ഭാഗമല്ല. പക്ഷേ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാം, കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ നടനും ജയസൂര്യയും കേരളത്തിൽ ഈ വിഷയം രേഖപ്പെടുത്തപ്പോൾ ഈ കേന്ദ്രം തരാനുള്ള കോടാനുകോടിയുടെ കണക്ക് വലിയ ചർച്ചയായി വന്നു. അന്ന് കുട്ടനാട്ടിൽ മങ്കൊമ്പിലോ മറ്റോ വെച്ച് KPCC പ്രസിഡന്റായിട്ടുള്ള K സുധാകരൻ MP പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം അന്ന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. അദ്ദേഹം പറഞ്ഞു കേന്ദ്രം 1 രൂപ പോലും തരാനില്ല. നമ്മളിപ്പോ എവിടെ എത്തി നിൽക്കുന്നു? ഫാക്ട് അവതരിപ്പിച്ചാണ് ഈ രാഷ്ട്രീയ തർക്കത്തിൽ ഞാൻ കക്ഷിയല്ല. അത് അയാളുടെ ഒരു ഡസൻ ആലപ്പുഴ വെച്ച് ഡിക്ലയർ ചെയ്തല്ലേ?
ചില സപ്പോർട്ടിംഗ് എവിഡൻസും ഒക്കെ ആയിട്ട് ആളുകൾ. അല്ലല്ല, ഞാൻ വേഗം, വേഗം, ഒറ്റ കാര്യം വേഗം. സൂചിപ്പിക്കുന്നുള്ളൂ. ഞാൻ ചോദ്യം ചോദിച്ചായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്ത് വസന്തിനോട്. ഫ്രാൻസിസ് ജോർജ് 2009 മുതൽ 2024 വരെ അവസരം പോലെ ശരിക്കും പറഞ്ഞാൽ കുപ്പായം മാറുന്നത് പോലെ മുന്നണി മാറിയത്. അതിനെപ്പറ്റി സുഹൃത്ത് മറുപടി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ പറഞ്ഞില്ല. മറുപടി പറയണം. കാരണം കോട്ടയം ഫ്രാൻസിസ് ജോർജിനെ കോട്ടയം പാർലമെന്റിലെ എനിക്ക് അവസരം തന്നില്ല, അത് കഴിഞ്ഞ് അതാ പറ്റിപ്പോയി. അവസരം കിട്ടില്ല, അതുകൊണ്ടാണ്. നോക്കൂ, ഫ്രാൻസിസ് ജോർജ് മുന്നണി മാറിയിട്ടുണ്ട്, മാണി ഗ്രൂപ്പ് മുന്നണി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ രാഷ്ട്രീയ ന്യായം അദ്ദേഹത്തിനില്ല. പിന്നെ മാണി ഗ്രൂപ്പ് എവിടേക്കാണ് പോയത്? മാണി ഗ്രൂപ്പ് പോയത് ചാകാത്ത പുഴുവും അണയാത്ത തീയുമുള്ള നരകത്തിൽ മാണി വീണു പോകും എന്ന് പ്രസ്താവിച്ച അച്യുതാനന്ദന്റെ മുന്നണിയിലേക്കാണ്. അദ്ദേഹത്തിനെതിരെ കള്ള എവിഡൻസുകളുമായി സമരം നടത്തിയ പിണറായി വിജയന്റെ മുന്നണിയിലേക്കാണ്. ബാർക്കോട് സമരം നടക്കുമ്പോ CPM സംസ്ഥാന സെക്രട്ടറി ആരാ? സഖാവ് പിണറായി വിജയനാ. ആ മുന്നണിയിലേക്കാണ് പോയത്. നിങ്ങൾ എവിടെ ആരോടൊക്കെ അന്വേഷിക്കണം. അതിലൊരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. 7 വർഷമായി സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലേ? കഴിഞ്ഞ 3 വർഷമായി മാണി ഗ്രൂപ്പ് ആ മുന്നണിയുടെ ഭാഗമല്ലേ? ഒരു മിനിറ്റ് ഒറ്റ കാര്യമേ ഉള്ളൂ. കേരള കോൺഗ്രസ് എമ്മിന് വസന്ത ഒരു പേര് പറഞ്ഞു, ബെന്നി ബെഹന്നാൻ. കേരള കോൺഗ്രസ് എമ്മിന് UDF-ൽ തുടരുവാൻ അർഹതയില്ല എന്ന് പറഞ്ഞത് ബെന്നി ബെഹന്നാനാണ്. മാസക്കാലം അവശേഷിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമായി പെരുമാറി മാറാൻ പറയും. അതാണ് UDF. മുന്നണി മര്യാദ ലംഘിച്ചിട്ടില്ല. അത് ലംഘിച്ചിട്ട് 2, കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ നിന്ന് പുറത്താക്കിയത് തെറ്റായി പോയി എന്ന് നിലവിലെ KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. നിലവിലെ തൃശൂർ സ്ഥാനാർത്ഥി K. മുരളീധരൻ പറഞ്ഞു. കേരള കോൺഗ്രസ് മടങ്ങി വരണമെന്ന് പറഞ്ഞു. അന്ന് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ പക്ഷം ചെയർമാൻ P. A. ജോസഫ് അവിടെ കിടന്ന് ബഹളം വെച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, UDF-ന്റെ കോട്ടയം ജില്ലാ ചെയർമാൻ താങ്കളുടെ കൂടുതലുണ്ടോ? കേരള കോൺഗ്രസ് ജോസഫിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടെയുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, കേരള കോൺഗ്രസ് എം മുന്നണി മാറിയിട്ടില്ല. തോമസ് ചാഴികാടൻ 991 മുതൽ ഈ നിമിഷം വരെ 2 ഇലയിൽ മാത്രവും എന്ന് പറയുന്ന ആ സംവിധാനത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത്? മാണി സാറിന്റെ പാർട്ടിയെയാണ് വെറും ഗ്രൂപ്പ് കളിയുടെ പേരിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്താക്കിയത്. ബെന്നി ബെഹന്നാന്റെ പ്രസ്ഥാനം വന്നതിന് ശേഷം രമേശ് ചെന്നിത്തല അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി പറഞ്ഞ കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലുമുണ്ട്. അതുകൊണ്ട് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ കോട്ടയത്ത് 100% ഫണ്ട് വിനിയോഗം നടത്തിയ തോമസ് ചാഴികാടനാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിർദ്ദേശിച്ച എം പി ഒന്ന് കൈ ഉയർത്തുന്നത് കണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ വസന്ത് പറഞ്ഞു ഈ കേരള കോൺഗ്രസ് പണ്ട് പറഞ്ഞൊരു വാചകത്തെ ഇതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്നെ വിശദീകരിച്ചു. എന്റെ വാചകമല്ല, ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യുകയാണ്. അദ്ദേഹം വിശദീകരിച്ചു, ജില്ലാ പഞ്ചായത്തിൽ ഭരണമാറ്റത്തെ സംബന്ധിച്ച് UDF-ന് ഉള്ളിൽ ഘടകകക്ഷിയായി നിന്നപ്പോൾ ഇവർ പറഞ്ഞ വാക്ക് പാലിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പുറത്താക്കിയതാണ്. അതാരായാലും പുറത്താക്കും, ജോസഫ് ആയാലും പുറത്താക്കും, മാണി ആയാലും പുറത്താക്കും. സത്യസന്ധരായ കേരള കോൺഗ്രസിന്റെ UDF LDF വ്യത്യാസമില്ലാത്ത കോട്ടയം ജില്ലയിലെ മുഴുവൻ അണികളും പ്രവർത്തകരും ഇത് കേൾക്കട്ടെ കോൺഗ്രസ് പ്രതിനിധിയുടെ അഭിപ്രായത്തെ സംബന്ധിച്ച്. പിന്നെ അങ്ങനെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പേരിൽ നിങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കി ഇല്ലേ? നന്നായി. എന്നിട്ട് കേരള കോൺഗ്രസ് എം 2019 ശേഷം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. 2020 കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട വനിതയുടെ പേരും പാർട്ടിയും എന്താണ്? ഞാൻ അഭിമാനത്തോടു കൂടെ പറയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് അവരാണ്
തിരികെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ കൈയുടെ സഹായമില്ലാതെ പാലായിലും പുതുപ്പള്ളിയിലും ആരാണ് ജയിച്ചത്? ബാക്കി പറയട്ടെ. പാലായിൽ ആരാണ് ജയിച്ചത്? അങ്ങ് എന്തിനാ പുതുപ്പള്ളിയിൽ ആരാണ് ജയിച്ചത്? അങ്ങ് എന്തിനാ അല്ല, ഇടപെടുന്നത്? അങ്ങ് ഇടപെടുന്നുണ്ട്. അങ്ങേക്കാണ് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയത്. അല്ല, വസന്തിനോട് ഉത്തരം പറഞ്ഞേ ഇടപെട്ടില്ല. പോകും. Right, ഉത്തരം right. പറഞ്ഞേ പോകും. പാലായിലും പുതുപ്പള്ളിയിലും പാലായിലും പറയുമ്പോൾ ഒരിക്കലും പുതുപ്പള്ളിയിലും LDF ജയിക്കാത്ത കേരള മണ്ഡലങ്ങൾ കോൺഗ്രസ് വസന്ത് പാലായിൽ LDF ജയിക്കാത്ത ആരാണ് ജയിച്ചു ആരാണ് വരാത്ത ആരാണ് മണ്ഡലങ്ങളിൽ ആരാണ് തിരികെ മുന്നണി മാറ്റത്തോടെ ഞങ്ങളാരും കാഞ്ഞിരപ്പള്ളിയിൽ ആരാ ജയിച്ചെന്ന് ചോദിച്ചാലോ? ഞങ്ങളാരും പൂഞ്ഞാർ ആരാ ജയിച്ചെന്ന് ചോദിച്ചാലോ? ചങ്ങനാശ്ശേരിയിൽ ആരാ ജയിച്ചെന്ന് ചോദിച്ചാലോ? അല്ല, മാണിയുടെ വീട്ടിൽ വസന്ത് തിരികെ ചോദിച്ചാ- നോട്ടടിക്കുന്ന മെഷീനുണ്ടെന്ന് പറഞ്ഞ ഞങ്ങളല്ല. വസന്ത് shift ചെയ്യാതെ. പാലായ്ക്കപ്പുറത്ത് കോഴ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. വസന്ത് ആ ഇന്ന് നിയമസഭാ രേഖകളിലുണ്ട്. പാലായ്ക്കപ്പുറത്ത് നിങ്ങൾ കോഴ സ്വപ്നം എന്ന് പറയുന്ന ഒരു കണ്ടത് സ്ഥലമുണ്ട്. എന്താണ്? UDF-നുള്ളിൽ ആ സ്ഥലത്തൊരു നിർത്തി. മാണിയുണ്ട്. കോഴമാണി എന്ന് പ്രസംഗിച്ചത് ഞങ്ങളല്ല. ഇപ്പൊ ഞങ്ങളാ. ഏതാണ്ട് കലിപ്പോടെ പറയുന്ന പോലെ. സഹാബ് ബിയ. ഇപ്പൊ വസന്ത് ഏതാണ്ട് കലിപ്പ് തീർക്കാൻ പറയുന്ന പോലെ രേഖകളിലാണ്. ശ്രീ അല്ല, ശരത്, ആ മൂടമായിരുന്നു. നിയമസഭാ രേഖകളിലുള്ള പക്ഷെ അത് രേഖകളാണ്. അവതരിപ്പിച്ചതിലെ ആ ഒരു തീവ്രത ഉണ്ടല്ലോ, അല്ലല്ല, ആ തീവ്രത ഒരു പ്രതിപക്ഷ ഇതിനേക്കാൾ- സ്വരമായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. ഇതിനേക്കാൾ- തമാശ ലളിതമാണ് കാര്യം. ഇവർ സ്വപ്നം കണ്ടത് ആദരണീയനായ ശ്രീ KM മാണിയുടെ മരണാനന്തരം കോട്ടയം ജില്ലയിൽ കോൺഗ്രസിന് പ്രൗഢഗംഭീരമായ തലയെടുപ്പുള്ള നിരവധി നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ ഈ 2 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും കേരള കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലായിരുന്നു. KM മാണി സാറിന്റെ മരണാനന്തരം എന്ത് ചെയ്യാൻ കഴിയും? കേരള കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കി കോട്ടയം ജില്ലയും അതുവഴി കേരളത്തിലെയും രാഷ്ട്രീയ അപ്രമാദിത്വം തിരികെ പിടിക്കാം. ഇതായിരുന്നു കോൺഗ്രസ് ലക്ഷ്യം കണ്ടത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ കേരള കോൺഗ്രസ് നേതൃത്വം അന്തസ്സോടുകൂടെയുള്ള തീരുമാനമെടുത്തു, കോൺഗ്രസിനോട് വിട പറഞ്ഞു. പക്ഷേ അതിനുശേഷം എന്തുണ്ടായി? കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ഇല്ലാതാകും എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, പാലാ നഗരസഭ, ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലം, കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം, പൂഞ്ഞാർ നിയോജകമണ്ഡലം, അതേപോലെ ഏറ്റുമാനൂരും വൈക്കോം ഉൾപ്പെടെ കോട്ടയം ജില്ലയിലെ 5 മണ്ഡലങ്ങൾ ഇപ്പോഴത്തെ സിറ്റിംഗ് MP നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ചോദ്യത്തിലേക്ക് അവസാനിപ്പിക്കേണ്ട സമയമാണ്. ശ്രീബിജുവിലേക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മണിപ്പൂരി തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാകുമ്പോൾ കോട്ടയം അടക്കമുള്ള മണ്ഡലങ്ങളിൽ അതിപ്പോൾ BDJS മത്സരിച്ചാലും BJP മത്സരിച്ചാലും BJPയെ സംബന്ധിച്ച് NDA മുന്നണിയെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുഷ്കരമായ, നിങ്ങൾ പല ചോദ്യങ്ങൾക്ക് മുമ്പിലും ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മണിപ്പൂർ എന്ന ഒരൊറ്റ സംസ്ഥാനം. ഈ മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഉത്തരവുണ്ട് എന്നുള്ളത് കൊണ്ടാണോ ശ്രീ ശരത്ത് എനിക്ക് അവസരം തരാതിരുന്നതെന്ന സംശയമാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇവർ തമ്മിൽ നടത്തിയ വീറും വാശിയൊക്കെ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ കൈരളി TVയോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഈ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് വരുമല്ലോ, ആ സമയത്ത് ഇത് ജനങ്ങളെ ഒന്ന് കാണിക്കണം. ഇവരുടെ 2 പേരുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് അന്നേരം നമുക്കറിയാമല്ലോ. അതല്ല, ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ വലിയ അക്രമം നടന്നു എന്നാണ് കേരളത്തിലെ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത്. അവിടെ കാലങ്ങളായി നടക്കുന്ന ചില ഈ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അവിടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കേരളത്തിൽ നിന്ന് കോട്ടയത്ത് നിന്നിട്ടാണല്ലോ ഇത് ചർച്ച ചെയ്യുന്നത്. ഈ മണിപ്പൂരിലെ വിഷയമാണോ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ആശങ്ക ഉണ്ടാക്കുന്നത്? അതോ ജയിക്കിന് ഓർമ്മയുണ്ടാവും 2018 കാലഘട്ടത്തിൽ നമ്മുടെ ഈ കോട്ടയം നിയോജക മണ്ഡലത്തിൽ പാത്താമുട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ സെൻറ്റ് പോൾസ് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. അത് തല്ലിപ്പൊളിച്ചവർ ആരാണ്? അവിടെ ദിവസങ്ങളോളം ക്രിസ്മസ് ദിവസം 2018 ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി കരോൾ ഗാനം പാടി നടന്ന സംഘത്തെ ആക്രമിച്ച് ആ പള്ളിയിൽ തടവിൽ വച്ച്, ആഴ്ചകളോളം തടവിൽ വച്ച്, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ട് ഇന്നും അതിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോവാത്തൊരു സംഭവമുണ്ട്. ഇനി അതുപോട്ടെ, നമ്മുടെ പാലാ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ദേവാലയത്തിൽ വച്ചൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൻ്റെ പേരിൽ കേരളത്തിലെ തീവ്രവാദ സംഘടനകൾ ആ ബിഷപ്പ് ഹൗസിലേക്ക് അക്രമവുമായി ചെന്നപ്പോൾ ആർക്കും ഇവിടെ ഒരു വേദനയും ഒരു വെപ്രാളവും കണ്ടില്ല. ഇനി അതും മാത്രമല്ലല്ലോ, പൂഞ്ഞാറിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഒച്ചയുണ്ടാക്കരുത് എന്ന് പറഞ്ഞ ഒരു പുരോഹിതനെ അവിടെ വച്ച് ആക്രമിച്ച സംഭവം ഉണ്ടായി. എന്ത് വേദനയാണ് ഇവിടെ ആർക്കും ഉണ്ടായത്? എന്തെങ്കിലും ഒരു വേദന ഉണ്ടായോ? ഒരു വേദനയും ഉണ്ടായില്ല. അപ്പോ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? കേരളത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ പിന്തുണയോടുകൂടി ഭീകരവാദ സംഘടനകൾ കേരളത്തിൽ പിടിമുറുക്കുന്നതിന്റെ സൂചനയാണ്. മണിപ്പൂരിൽ അവർക്ക് വിഷമം ഉണ്ടാവില്ല. കാര്യം ഒന്ന്, അവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യ അവർ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു.
ഇവർക്ക് അതിനോട് യാതൊരുവിധ വിഷമവും ഉണ്ടാവില്ല. കാര്യം സ്വാതന്ത്ര്യ എന്റെ സമരത്തിൽ പൊന്നു സാറേ, RSSനോ 60 BJPക്കോ ഭരിച്ചത്. യാതൊരു പങ്കുമില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം 60 രണ്ടാമത് വർഷക്കാലം അവളെ കൊല ഭരിച്ച ചെയ്യപ്പെട്ടത് കോൺഗ്രസിന്റെ രണ്ടാമത് അവളെ കോൺഗ്രസിന്റെ രണ്ടാമത് അവളെ കൊല ചെയ്യപ്പെട്ടത് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ബിജെപിയുടെ വാദം അവതരിപ്പിച്ചു. ഇവർ തമ്മിലുള്ള വാദം കേട്ടാൽ നമ്മൾ നല്ല രസമാണ്. അത് വേറെ കാര്യം. അല്ല, ബിജെപിയുടെ സ്ഥിരം വാദമാണ്. സ്ഥിരം വാദമാണ്. ചെയർമാന്റെ പേരെന്ന് പറയാമോ? നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞു. ഒന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യ, രണ്ടാമതായി അവിടെ കൊല ചെയ്യപ്പെടുന്നത്, മാനഭംഗത്തിന് ഇരയാക്കപ്പെടുന്നത് അവിടെ ഒരു ജവാന്റെ ഭാര്യയാണ്. അതിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാര്യം ശവപ്പട്ടിയിൽ, ജവാന്മാരുടെ ശവപ്പട്ടിയിൽ അഴിമതി കാണിച്ച ഒരേ ഒരു പാർട്ടിയുടെ പേര് അന്നും ഇന്നും BJP എന്നാണ്. സത്യപാൽ മാലിക് പറഞ്ഞത് ശരിയാണെങ്കിൽ ജവാന്മാരെ കൊലയ്ക്ക് കൊടുത്ത പാർട്ടിയാണ് BJP. അതുകൊണ്ട് അവർക്ക് 260 ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് മണിപ്പൂരിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. UCFന്റെ കണക്ക് പ്രകാരം 276% വർധനമാണ് നരേന്ദ്ര ഭരണത്തിൽ ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, കോൺഗ്രസ് അത് ചർച്ച ചെയ്യപ്പെടുമോ? മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ വളരെ ഗൗരവമായ വിഷയം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനെ മറികടക്കാനുള്ള ചില ശ്രമങ്ങളും കേരളത്തിൽ പല രൂപത്തിൽ നടക്കുന്നു. എന്താണ് LDFന്റെ കാഴ്ചപ്പാട്? ഇപ്പോൾ BJP പ്രതിനിധി എന്തായാലും അദ്ദേഹത്തിന് മണിപ്പൂർ വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കാൻ സമയം ലഭിച്ചില്ല എന്ന് പറയുന്നില്ലല്ലോ. കാരണം അദ്ദേഹം മണിപ്പൂരിൽ നിന്ന് നേരെ വന്നത് നമ്മളുടെ ഈ പള്ളത്തിന് സമീപമുള്ള കുറിച്ചി പ്രദേശത്തെ ഒരു ദേവാലയത്തെ സംബന്ധിച്ച് പറയാനാണ്. ഏത് മുന്നണി, ഏത് രാഷ്ട്രീയം എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ വ്യക്തമാക്കട്ടെ. എന്തായാലും മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 ഗോത്രവിഭാഗങ്ങൾ തമ്മിൽ. ഏതാ 2 ഗോത്രവിഭാഗങ്ങൾ? BJP പ്രതിനിധി പറയുമോ? ഒന്ന് മെയ്റ്റികളും ഒന്ന് കുക്കികളുമാണ്. ആരാണ് കൂടുതൽ ആക്രമിക്കപ്പെട്ടത്? ഏത് ആലയങ്ങളാണ് തകർക്കെറിയപ്പെട്ടത്? നമ്മൾ ഇംഫാൽ നഗരത്തിലേക്ക് ചെന്നിറങ്ങുമ്പോൾ നമ്മുടെ കോട്ടയം പാർലമെൻറ്റ് മെമ്പർ ഇത് പറയുമ്പോൾ അഭിമാനത്തോടു കൂടെ ഓർമ്മിക്കേണ്ട പേരാണ്. ആദരണീയനായ ശ്രീ തോമസ് ചാഴികാടൻ ആ മണിപ്പൂർ സന്ദർശിച്ച നേതാവാണ് കോട്ടയത്ത് നിന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഒരാളുടെ പേര് പറയാനുണ്ടോ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ? അപ്പോൾ അദ്ദേഹം സന്ദർശിക്കുന്നു. ഇംഫാൽ നഗരഹൃദയത്തിൽ 12,000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് സെൻറ്റ് ലൂഗി സ്കൂള്. അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. കന്യാസ്ത്രീകളുടെ മഠങ്ങൾ, 100 കണക്കിന് വരുന്ന ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ എന്തുകൊണ്ട് തകർത്തെറിയപ്പെട്ടു? സംഘർഷമല്ല, അത് നിങ്ങളുടെ സൃഷ്ടിയാണ്. ഏകപക്ഷീയമായ ക്രിസ്ത്യൻ വംശഹത്യ നടത്തപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. ആ മണിപ്പൂരിന് വേണ്ടി നൊന്തു തല്ലി സമരമിറങ്ങിയവരുടെ നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നത് പാലാ ബിഷപ്പിനെയും അതേപോലെ തന്നെ ചില ഭീകരവാദ സംഘടനകളെയും സംബന്ധിച്ചാണ്. മണിപ്പൂരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കുറിച്ചിത്താനത്തെക്കുറിച്ചും പാലായെക്കുറിച്ചും പറയുന്നത് മര്യാദയുള്ളതാണോ എന്ന് യുക്തിസഹമായി ചിന്തിക്കുമെന്ന് പറയുക. പിന്നെ ഇനിയിപ്പോൾ കേരളത്തിലെക്കുറിച്ച് പറയാം. BJP നേതാക്കന്മാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള SDP ഭീകരതയെ ചൂണ്ടിക്കാട്ടി ഒരു സമുദായത്തെ ആകെ അതിൻ്റെ നിഴലിൽ നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ശുദ്ധ നുണ, പരമമായ പച്ചക്കള്ളം, അതാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. SDP-യെ തള്ളിപ്പറയും, RSSനെ തള്ളിപ്പറയുന്ന അതേ അറപ്പോടും വെറുപ്പോടും കൂടെ തന്നെ SDP ഉയർത്തുന്ന ഭീകരവാദത്തെയും തള്ളിപ്പറയും. പക്ഷേ അതിൻ്റെ പേരിൽ മുസ്ലിമിനെ തള്ളിപ്പറയണമെന്ന് വെച്ചാൽ അത് 4 മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്നങ്ങ് മനസ്സിലാക്കണം. പിന്നെ തിരിച്ചറിയേണ്ട ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലും കോട്ടയത്തുമൊക്കെയുള്ള മതന്യൂനപക്ഷ വിഭാഗങ്ങൾ അടങ്ങുന്ന മതനിരപേക്ഷവാദികൾ മറന്നു പോകാത്ത ചില സംഭവവികാസങ്ങളുണ്ട്. അങ്ങ് മറന്നാലും ഞങ്ങൾ ഓർമ്മിക്കും. ആരാണ് കുറച്ച് വർഷങ്ങൾക്ക് പുറകിൽ കോഴിക്കോട് ഒളവണ്ണയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തക മദർ തെരേസയുടെ പിൻഗാമിയായ സിസ്റ്റർ കുസുമത്തെ അടിച്ച് തല തകർത്ത് കോഴിക്കോട് ആശുപത്രിയിലാക്കിയതാരാണ്? രാഷ്ട്രീയ സ്വയം സേവക് സംഘമാണ്, BJP-യാണ്. ആരാണ് നിലയ്ക്കലിൽ പോയി കുരിശിൻ്റെ മറവിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്? നമ്മളുടെ കേരളത്തിലെ BJP നേതൃസംഘമാണ്. ആരാണ് പമ്പയുടെ മണൽപ്പരപ്പിൽ നടക്കുന്ന മാരാമൺ കൺവെൻഷൻ നടത്താൻ അനുവദിക്കില്ല, അതിൽ പ്രസംഗിക്കാൻ ഏതെങ്കിലും ഒരു വിദേശ മിഷണറി വന്നാൽ അയാളുടെ കാല് വെട്ടുമെന്ന് കേരളത്തിൽ പറഞ്ഞത് ആരാണ്? RSS ആണ്, BJP-യാണ്. ആരാണ് കുറച്ച് മാസങ്ങൾക്ക് പുറകിൽ പത്തനംതിട്ടയിൽ പന്തളത്ത് പറന്തലിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ വാങ്ങിയ സ്ഥലത്ത് ആരാധന നടത്താൻ വരുമ്പോൾ ത്രികോണാകൃതിയുള്ള RSSന്റെ കൊടി കൊണ്ട് നാട്ടി വെച്ചത് ആരാണ്? നിങ്ങളാണ്, BJP-യാണ്. കന്യാസ്ത്രീകളെ ആക്രമിക്കുക, അവരെ ബലാത്സംഗം ചെയ്യുക, ആരാധനാലയങ്ങൾ തകർക്കുക, അടിച്ച് തല തകർക്കുക, ഇതൊക്കെ കേരളത്തിൽ ചെയ്തത് നിങ്ങളാണ്. എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ചിട്ട് നിങ്ങളിപ്പോൾ കേക്കുമായിട്ട് അരമനയിലേക്ക് വരുമ്പോൾ അത് വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ യുക്തിക്ക് വേറെ വല്ല കോട്ടവും വരണം. ആ കോട്ടം കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടില്ല. ജയിക്കിന്റെ നേതൃത്വത്തിൽ ഞാൻ പത്രത്തിൽ വായിച്ചത്.
എന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ബിഷപ്പിനെ തടഞ്ഞു വെച്ചു എന്ന് അദ്ദേഹം പറഞ്ഞാൽ ബിഷപ്പിനെ തടഞ്ഞു വെച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്താ? കരോൽഗാന സംഘത്തെ ബന്ദിയാക്കി വെച്ചു CPM DYFI പ്രവർത്തകർ എന്ന് മാധ്യമങ്ങൾ പറഞ്ഞതാണ്. ഞാൻ നേരിട്ട് കണ്ടതല്ല. ഞാൻ ഇപ്പൊ പറയാം, ഏത് ഒരു മാധ്യമം അതിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് ജയിക്കണമെന്ന് പറയാമോ? അന്വേഷണം പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ആ മാധ്യമ വാർത്തയെ സംബന്ധിച്ച് കട്ടിങ് വിശദീകരിക്കൂ. ജന്മഭൂമി വന്നത് കാണിക്കരുത്. ജന്മഭൂമി ഏതൊക്കെ പത്രം ജയിക്കുന്ന സ്വീകാര്യമാണ്? അങ്ങ് മാതൃഭൂമി കാണിക്ക്, അല്ലെ മനോരമ കാണിക്ക്. എന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം. ജയിക്കിന്റെ പേര് താങ്കൾ ജയിക്കിനെ ചേർത്താ പറഞ്ഞത്. അതെ, ജയിക്കിന്റെ പറഞ്ഞത് ജയിക്കിന്റെ പേരെടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വിശദീകരണം ചോദിച്ചത്. അതെ, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ജയിക്കിന്റെ സംഘടന സംഘടനയായ DYFIയും CPM-ഉം ആണ് അതിലെ പ്രതികളെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ജയിക്കൊരു വിശദീകരണം. തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞു എന്റെ നേതൃത്വത്തിൽ ഏതോ കരോൾഗാന സംഘത്തെ തടഞ്ഞു വെച്ചു. നാക്കിനൊരു പിഴ വന്നത് അങ്ങ് ക്ഷമിക്കുക. പാടില്ല. നിങ്ങളുടെ പാർട്ടി ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടി പറഞ്ഞല്ലോ. CPM-ന് ഉത്തരവാദിത്തമുണ്ട്, DYFIക്ക് ഉത്തരവാദിത്തമുണ്ട്. അന്വേഷണത്തിൽ ഇത്രയും കാലമായി 2018 മറുപടി ബിജു ആവർത്തനം കൊണ്ട് കാര്യമില്ല. ജയിക്കിന്റെ ചെറിയ മറുപടി. അപ്പൊ BJPക്ക് മുമ്പ് ഞാനൊരു സംവാദത്തിൽ കണ്ടിട്ടുണ്ട്, ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. അപ്പോ എന്റെ നേതൃത്വത്തിൽ എന്നുള്ളത് തെറ്റുപറ്റിയതാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. എന്തായാലും തിരുത്താൻ തയ്യാറായത് നല്ല കാര്യം. ഇനി DYFIയുടെ എന്നതല്ല, കോട്ടയത്തോ കേരളത്തിലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഞാൻ പറയുന്നു, 1 വർഷം പ്രവർത്തന പരിചയമുള്ള ഒരു അംഗത്തിന്റെ നേതൃത്വത്തിൽ കരോൾഗാന സംഘത്തെ എന്നുള്ളതല്ല, ഒരു മതവിശ്വാസത്തിൽപ്പെട്ടവരെയും ദ്രോഹിക്കുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ വർഗീയവാദികളിൽ നിന്ന് എപ്പോഴൊക്കെ മതവിശ്വാസികൾക്ക് നേരെ അക്രമം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ജീവൻ ബലിയർപ്പിച്ചും അവരെ സംരക്ഷിക്കാൻ കാവൽ നിന്ന പാരമ്പര്യമാണ് കേരളത്തിലും കോട്ടയത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഏതായാലും കണക്കുകൾ നിരത്തി പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കോട്ടയം യഥാർത്ഥ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെ വളരെ ഗൗരവമായി സമീപിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുനക്കര പടക്കളം മുന്നോട്ട് വെക്കുന്നത്. വളരെ ഗൗരവമായ വിഷയങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു. അതിനുള്ള മറുപടിയും വിമർശനങ്ങളും ഒക്കെ ഈ പടക്കളത്തിൽ ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാവർക്കും നന്ദി.